നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുകെയിൽ രാഷ്ട്രീയ വിപ്ലവത്തിന് തിരികൊളുത്താൻ തീവ്ര കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുമായി പുതിയ രാഷ്ട്രീയ പാർട്ടി റീസ്റ്റോർ ബ്രിട്ടൻ നിലവിൽ വന്നു. നൈജൽ ഫറാജിന്റെ റീഫോം യുകെയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രേറ്റ് യാർമൌത്ത് എംപി റൂപേർട്ട് ലോയാണ് പുതിയ പാർട്ടിയുടെ അമരക്കാരൻ. ലക്ഷ്യം തീവ്ര കുടിയേറ്റ വിരുദ്ധ നിലപാടുകളിലൂടെ വലതുപക്ഷ വോട്ടുകൾ. പാർട്ടിക്ക് ലോകസമ്പന്നൻ എലോൺ മസ്കിന്റെ പരസ്യ പിന്തുണ. നൈജൽ ഫറാജിന്റെ റീഫോം യുകെക്ക് തിരിച്ചടി. യുകെയിൽ പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കാനുള്ള ലേബർ സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇലക്ഷൻ കമ്മീഷൻ ചീഫ് എക്സിക്യൂട്ടീവ് വിജയ് രംഗരാജൻ. മതിയായ കാരണങ്ങളില്ലാതെ ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ അവകാശം തടയാൻ സർക്കാരിന് അധികാരമില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നീട്ടാൻ സർക്കാർ ശ്രമിക്കുന്നത് ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്നതിനാൽ ലേബർ സർക്കാർ ഏകാധിപതികളെ പോലെയാണ് പെരുമാറുന്നതെന്ന് നൈജൽ ഫറാജ്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ പ്രിൻസ് ആൻഡ്രൂവിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി പ്രമുഖ മാധ്യമം രംഗത്ത്. വിദേശ യാത്രകളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഭീഷണിയാകുന്ന തരത്തിൽ രഹസ്യ വിവരങ്ങൾ ആൻഡ്രൂ ചോർത്തി. റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ആൻഡ്രൂ എപ്സ്റ്റീൻ കൈമാറിയതായി റിപ്പോർട്ടുകൾ. എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്ന് പുറത്തുവന്ന വിവരങ്ങൾ രാജകുടുംബത്തെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖലി ഖുമൈനിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയേക്കും. പശ്ചിമേഷ്യയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ അയച്ചത് ഇറാൻ തങ്ങളെ ആക്രമിക്കില്ലെന്ന ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധത്തെ പ്രതിരോധിക്കാനാണ് കപ്പൽ പടയെന്നും അമേരിക്ക. യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പൗരത്വ തെളിവ് നിർബന്ധമാക്കുന്ന സേവ് അമേരിക്ക ആക്ട് അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസാക്കി. ബില്ലിന് അനുകൂലമായി 218 വോട്ടുകളും എതിരായി 213 വോട്ടുകളും ലഭിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ബില്ലിനെ പിന്തുണച്ചത് ഹെൻലി ക്യുല്ലർ എന്ന ഒരു ഡെമോക്രാറ്റിക് അംഗം മാത്രം. പൗരത്വ രേഖയും വോട്ട് ചെയ്യാൻ ഫോട്ടോ ID നിർബന്ധമാക്കുന്നത് തെരഞ്ഞെടുപ്പ് സുതാര്യത ഉറപ്പാക്കാനെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി. രാജ്യത്തെ ടെക്സ്റ്റൈൽ വ്യവസായത്തെ ഇന്ത്യ US വ്യാപാര കരാർ നശിപ്പിക്കുമെന്നും അടച്ചുപൂട്ടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യ താൽപര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ പരുത്തി കർഷകരെയും വസ്ത്ര കയറ്റുമതിക്കാരെയും ദ്രോഹിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. ബംഗ്ലാദേശിന് 0% താരിഫും ഇന്ത്യക്ക് 18% താരിഫും ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന 5 കോടി കുടുംബങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും രാഹുൽ. ഉത്തർപ്രദേശിലെ സ്വകാര്യ സ്കാനിംഗ് സെന്ററിൽ MRI സ്കാനിങ്ങിനിടെ 6 വയസ്സുകാരന് ദാരുണാന്ത്യം. സംഭവം ഗ്രേറ്റർ നോയിഡയിൽ വ്യാഴാഴ്ച വൈകിട്ട്. മരണകാരണം ജീവനക്കാരുടെ അശ്രദ്ധ മൂലമാണെന്ന് കുട്ടിയുടെ പിതാവ്. സ്കാനിങ്ങിന് മുമ്പ് കുട്ടിക്ക് എടുത്ത കുത്തിവയ്പ്പിലെ മരുന്നിന്റെ അളവ് കൂടിയതാണ് മരണകാരണമെന്ന് ആരോപിച്ച് കുടുംബം. ഗ്രാമവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്കാനിംഗ് സെന്റർ പൂട്ടി. ശബരിമല കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് മൊഴി നൽകി സിനിമാ പ്രവർത്തകർ. കൊടിമര നിർമ്മാണത്തിന് സ്വർണം സംഭാവന നൽകിയത് സംവിധായകൻ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവർ വിജിലൻസിന് മൊഴി നൽകി. വിജിലൻസിന് മൊഴി നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. വിജിലൻസ് രേഖപ്പെടുത്തുന്നത് സ്വർണം സംഭാവനയായി നൽകിയ 27 പേരുടെ മൊഴി. കേരളത്തിലെ ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാണെന്ന ആവശ്യമായി സമസ്ത. ജില്ലകളുടെ പുനർനിർണയം നടത്തേണ്ടത് ജനസംഖ്യാ വർധനയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന K ഉമർ ഫൈസി മുക്കം. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കാൻ പുതിയ ജില്ലാ രൂപവൽക്കരണം അനിവാര്യമാണെന്നും സമസ്ത കേരളം ജംഇയ്യത്തുൽ ഉലമ. വിശദമായ വാർത്തകളിലേക്ക്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലംപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് തീവ്ര കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുമായി പുതിയ രാഷ്ട്രീയ പാർട്ടി റീസ്റ്റോർ ബ്രിട്ടൻ പ്രവർത്തനം ആരംഭിച്ചു. നൈജൽ ഫറാജിന്റെ റീഫോം യുകെയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രേറ്റ് യാർമൌത്ത് എംപി റൂപേർട്ട് ലോയാണ് പുതിയ പാർട്ടിയുടെ അമരക്കാരൻ. റീഫോം യുകെ കടുത്ത വലതുപക്ഷ നയങ്ങൾ പിന്തുടരുന്ന ഈ പാർട്ടിക്ക് ലോകസമ്പന്നൻ എലോൺ മസ്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് UK രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം പൂർണ്ണമായി അവസാനിപ്പിക്കുക മാത്രമല്ല, നിലവിലുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്നും പാർട്ടി വാഗ്ദാനം ചെയ്യുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവർ, ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്നവർ, ബ്രിട്ടീഷ് ജീവിത രീതിയോട് പൊരുത്തപ്പെടാത്തവർ എന്നിവരെ നാട് കടത്തുമെന്നാണ് റൂപേർട്ട് ലോയുടെ പ്രഖ്യാപനം. കൂടാതെ ബുർഖ നിരോധിക്കുക, ശരിയത്ത് നിയമം നിയമവിരുദ്ധമാക്കുക, ഹലാൽ കോഷർ മാംസങ്ങൾ നിരോധിക്കുക തുടങ്ങിയ വിദ്വേഷപരമായ തീവ്ര നിലപാടുകളും പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എലോൺ മസ്ക് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ റൂപേർട്ട് ലോയെ പിന്തുണച്ച് രംഗത്തെത്തിയത് റീഫോം യുകെക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നൈജൽ ഫറാജിന് രാജ്യത്തെ നയിക്കാനുള്ള ശേഷിയില്ലെന്ന് വിമർശിച്ച മസ്ക് റൂപേർട്ട് ലോ മാത്രമാണ് മാറ്റം കൊണ്ടുവരാൻ പ്രാപ്തനെന്നും കുറിച്ചു. നൈജൽ ഫറാജ് തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്ന് ആരോപിച്ചാണ് റൂപേർട്ട് ലോ പാർട്ടി വിട്ടത്. റീസ്റ്റോർ ബ്രിട്ടന്റെ വരവ് യുകെയിലെ വലതുപക്ഷ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തീവ്ര വംശീയ നിലപാടുകളിൽ വോട്ടർമാരെ ആകർഷിക്കുന്നത് റീഫോം യുകെയുടെ വോട്ട് ബാങ്കിനെ ചോർത്തുകയും
വലതുപക്ഷ വോട്ടുകൾ ചിതറാൻ കാരണമാവുകയും ചെയ്യും. ഇത് ഫറാജിന്റെ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും ഒരുപോലെ ഭീഷണിയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ട് ഭിന്നത മറ്റ് പ്രധാന കക്ഷികൾക്ക് ഗുണകരമായേക്കാം. ഈ വർഷം മെയിൽ നടക്കാനിരിക്കുന്ന പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കാനുള്ള ലേബർ സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇലക്ഷൻ കമ്മീഷൻ ചീഫ് എക്സിക്യൂട്ടീവ് വിജയ് രംഗരാജൻ. മതിയായ കാരണങ്ങളില്ലാതെ ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ അവകാശം തടയാൻ സർക്കാരിന് അധികാരമില്ലെന്ന് ഇന്ത്യൻ വംശജനായ അദ്ദേഹം വ്യക്തമാക്കി. ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്ന ഭയത്താലാണ് 30ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നീട്ടാൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഇടപെടൽ. തദ്ദേശ സ്വയംഭരണ പുനഃസംഘടനയും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും ഒരേ സമയം നടത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടാണ് തെരഞ്ഞെടുപ്പ് നീട്ടാൻ കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള ന്യായമായ കാരണങ്ങളല്ലെന്ന് വിജയ് രംഗരാജൻ തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പുകൾ എപ്പോൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും അധികാരികൾക്ക് സ്വന്തം സൗകര്യത്തിനനുസരിച്ച് ജനവിധി നേരിടുന്നത് നീട്ടിവെക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിലവിലെ നീക്കം അനുസരിച്ച് ചില കൗൺസിലർമാർ തെരഞ്ഞെടുപ്പ് നേരിടാതെ 7 വർഷം വരെ പദവിയിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ജനാധിപത്യപരമായ തീരുമാനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുമെന്നും വോട്ടർമാരുടെ വിശ്വാസം തകർക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഏകദേശം 3.5 ദശലക്ഷം വോട്ടർമാരെ ഈ തീരുമാനം ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സർക്കാർ നീക്കത്തിനെതിരെ റീഫോം UK നേതാവ് നൈജൽ ഫറാജ് രംഗത്തെത്തി. ലേബർ സർക്കാർ ഏകാധിപതികളെ പോലെയാണ് പെരുമാറുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് നീട്ടുന്നതിനെതിരെ ഈ ആഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നും റീഫോം UK അറിയിച്ചു. ഇതിനകം തന്നെ നോർഫോക്കിലെ ചില കൗൺസിലർമാർ പ്രതിഷേധ സൂചകമായി രാജിവെച്ചിട്ടുണ്ട്. പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച ചിലയിടങ്ങളിൽ ജനങ്ങൾ കൗൺസിൽ ടാക്സ് അടയ്ക്കാതെ പ്രതിഷേധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ പ്രിൻസ് ആൻഡ്രൂവിനെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി പ്രമുഖ മാധ്യമമായ ദ മെയിൽ ഓൺ സൺഡേ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ രാജകുടുംബത്തെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നു. UK വ്യാപാര പ്രതിനിധിയായി ഔദ്യോഗിക പദവി വഹിച്ചിരുന്ന കാലത്ത് നികുതിദായകരുടെ പണം ഉപയോഗിച്ച് നടത്തിയ വിദേശയാത്രകളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഭീഷണിയാകുന്ന തരത്തിൽ രഹസ്യവിവരങ്ങൾ ചോർത്തിയെന്നാണ് കണ്ടെത്തൽ. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആൻഡ്രൂ തന്റെ പദവി ദുരുപയോഗം ചെയ്തതിന്റെ തെളിവുകൾ എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്ന് പുറത്തുവന്നു. 2010 ചൈനയിലേക്ക് നടത്തിയ ഔദ്യോഗിക വ്യാപാര സന്ദർശനത്തിനിടെ എപ്സ്റ്റീനു വേണ്ടി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്താനും ചൈനീസ് മോഡലുകളുമായി വിരുന്നു സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും ആൻഡ്രൂ സമയം കണ്ടെത്തിയതായി ഇമെയിലുകൾ വ്യക്തമാക്കുന്നു. ബീജിംഗിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് നടന്ന രഹസ്യ വിരുന്നിൽ പ്രമുഖ ചൈനീസ് മോഡലിനൊപ്പം ആൻഡ്രൂ സമയം ചെലവഴിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ യാത്രകളിൽ യുവതികളെ വിശേഷിപ്പിക്കാൻ ആൻഡ്രൂവിന്റെ സഹായികൾ അധിക്ഷേപകരമായ രഹസ്യ കോഡുകൾ ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകളിലുണ്ട്. ഏറ്റവും ഗൗരവതരമായ കണ്ടെത്തൽ ബ്രിട്ടീഷ് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ ആൻഡ്രൂ ചോർത്തി നൽകി എന്നതാണ്. റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങൾ ആൻഡ്രൂ എപ്സ്റ്റീൻ കൈമാറിയതായി തെളിവുകൾ സൂചിപ്പിക്കുന്നു. UK-യെ താൻ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് എപ്സ്റ്റീൻ ഇതിനുശേഷം അവകാശപ്പെട്ടതായും രേഖകൾ പുറത്തുവന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം വിവരങ്ങൾ ചോർത്തിയതിലൂടെ ആൻഡ്രൂ ബ്രിട്ടനെ ഒറ്റിക്കൊടുക്കുകയായിരുന്നുവെന്ന് രാഷ്ട്രീയ നേതാക്കൾ ആരോപിച്ചു. ആൻഡ്രൂവിന്റെ പദവി ദുരുപയോഗം ചെയ്തതിനെ കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം UK-യിൽ ശക്തമായിരിക്കുകയാണ്. പോലീസ് ഇതുവരെ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിട്ടില്ലെങ്കിലും പുറത്തുവന്ന പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ലേബർ പാർട്ടി നേതാക്കളും മുൻ മന്ത്രിമാരും വിഷയത്തിൽ കർശനമായ പാർലമെന്ററി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാജകുടുംബത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ആൻഡ്രൂവും കൂട്ടാളികളും വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കിയെന്നും രാജ്യത്തിന്റെ അന്തസ്സ് മണ്ണിൽ ചവിട്ടിത്തേച്ചെന്നുമാണ് ഉയർന്ന പ്രധാന വിമർശനം. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക സഭയുടെ പുതിയ തലവനായി ബിഷപ്പ് റിച്ചാർഡ് മോത്ത് ചുമതലയേറ്റു. ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെസ്റ്റ്മിൻസ്റ്ററിലെ 12ാമത് ആർച്ച് ബിഷപ്പായാണ് അദ്ദേഹം ചുമതലയേറ്റത്. 2000ഓളം വിശ്വാസികളെ സാക്ഷിയാക്കി നടന്ന ചടങ്ങിൽ സഭയുടെ മുൻകാല വീഴ്ചകളെ കുറിച്ചും പീഡനത്തിന് ഇരയായവരോടുള്ള സഭയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. സഭയിലെ ദുർബലരായവർ പീഡിപ്പിക്കപ്പെട്ട ഓരോ സാഹചര്യത്തെക്കുറിച്ചും താൻ ബോധവാനാണെന്നും അത്തരം വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. 2009 മുതൽ ഈ പദവി വഹിച്ചിരുന്ന കർദിനാൾ വിൽസൺ നിക്കോൾസ് വിരമിച്ച ഒഴിവിലേക്കാണ് ബിഷപ്പ് റിച്ചാർഡ് മോത്ത് എത്തുന്നത്. ലൈംഗിക പീഡന പരാതികളിൽ ഇരകൾക്ക് പകരം സഭയുടെ സൽപ്പേരിന് മുൻഗണന നൽകിയെന്ന ആരോപണത്തിൽ കർദിനാൾ നിക്കോൾസ് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഇതിൽ നിന്നുള്ള ഒരു മാറ്റമായാണ് പുതിയ ആർച്ച് ബിഷപ്പിന്റെ വാക്കുകൾ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷമായി അരുണ്ടേൽ ആൻഡ് ബ്രൈറ്റൺ രൂപതയിലെ ബിഷപ്പായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. ആർച്ച് ബിഷപ്പ് പദവിയിൽ എത്തുന്നതോടെ UK-യിലെ 4 മില്യൺ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ നേതൃത്വവും ബിഷപ്സ് കോൺഫറൻസിന്റെ അധ്യക്ഷ സ്ഥാനവും അദ്ദേഹം വഹിക്കും. UK-യിൽ ആഴ്ചകളായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് തേംസ് നദി കരകവിഞ്ഞൊഴുകിയതോടെ പ്രമുഖ സെലിബ്രിറ്റികളുടെ കോടികൾ വിലമതിക്കുന്ന ആഡംബര വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ഹോളിവുഡ് താരം
ജോർജ് ക്ലൂനി, റസൽ ബ്രാൻഡ്, ഡെബി മക്കി തുടങ്ങിയ പ്രമുഖരുടെ വീടുകളാണ് വെള്ളത്തിനടിയിലായത്. ബെർക്ഷയറിലെ തെയിംസ് നദീതീരത്തുള്ള മനോഹരമായ ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും ഈ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതിന്റെ ആകാശ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജോർജ് ക്ലൂണിയും ഭാര്യ അമൽ ക്ലൂണിയും താമസിക്കുന്ന സോണിംഗിലെ 12 മില്യൺ പൗണ്ട് വിലമതിക്കുന്ന വസതിയുടെ പൂന്തോട്ടവും ടെന്നീസ് കോർട്ടും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. 2014 ഇവർ വാങ്ങിയ ഈ വീട് കാസൽ ക്ലൂണി എന്നാണ് അറിയപ്പെടുന്നത്. സമാനമായ രീതിയിൽ റസൽ ബ്രാൻഡിന്റെ 3.3 മില്യൺ പൗണ്ട് വിലമതിക്കുന്ന വീടിന് ചുറ്റും വെള്ളം കയറിയിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹം ഫ്ലോറിഡയിലാണ് താമസമെങ്കിലും ബെർക്ഷയറിലെ വസതി വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മുൻ സ്ട്രിക്റ്റ് താരം ഡെബി മഗിയുടെ വീടാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ വസതിയിൽ നിന്ന് 2024 വെള്ളപ്പൊക്കത്തെ തുടർന്ന് അവർക്ക് മാറി താമസിക്കേണ്ടി വന്നിരുന്നു. UK-യിൽ ഈ വർഷം ആരംഭിച്ചത് മുതൽ മിക്ക ദിവസങ്ങളിലും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. ഇതിനെ തുടർന്ന് രാജ്യത്തെ പ്രധാന നദികളിലെയും തടാകങ്ങളിലെയും ജലനിരപ്പ് ഉയരുകയും എൻവയോൺമെന്റൽ ഏജൻസി നൂറുകണക്കിന് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നഗരജീവിതത്തിന് പകരമായി സെലിബ്രിറ്റികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ബെർക്ഷയർ കൗണ്ടിയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. UK-യിലെ പലയിടങ്ങളിലും താപനില കുത്തനെ കുറയുന്ന സാഹചര്യത്തിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയെന്ന മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ്. വാരാന്ത്യത്തിൽ താപനില -ഡിഗ്രിയിലേക്ക് താഴുന്നതിനാൽ യെല്ലോ വെതർ വാർണിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഡെർബി മുതൽ സ്കോട്ട്ലൻഡ് വരെയുള്ള പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും ഐസിനും മുന്നറിയിപ്പുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ 6 ഇഞ്ച് അതായത് 15 സെന്റിമീറ്റർ വരെ മഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. താഴ്ന്ന പ്രദേശങ്ങളിൽ 1 മുതൽ 3 സെന്റിമീറ്റർ വരെയും 400 മീറ്ററിന് മുകളിലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ 10 മുതൽ 15 സെന്റിമീറ്റർ വരെയും മഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. നോർത്തേൺ അയർലൻഡിന്റെ ചില ഭാഗങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ രാത്രി വരെ ഉണ്ടായ മഞ്ഞുവീഴ്ച ഗ്ലെൻഷെയ്ൻ പാസ് പോലുള്ള പ്രദേശങ്ങളിൽ ഇത് ഗതാഗതത്തെ ബാധിച്ചേക്കാം. മഞ്ഞുവീഴ്ചയും ഐസും കാരണം റോഡ് റെയിൽ ഗതാഗതത്തിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണം. ആർട്ടിക് മേഖലയിൽ നിന്നുള്ള തണുത്ത കാറ്റ് രാജ്യത്തുടനീളം വീശുന്നതായാണ് പെട്ടെന്നുള്ള ഈ കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. ഞായറാഴ്ച ഉച്ചയോടെ വടക്കൻ ഐലൻഡ്, വടക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ 77 ഫ്ലഡ് വാർണിംഗുകളും 160 ഫ്ലഡ് അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് എൻവയോൺമെന്റ് ഏജൻസി അറിയിച്ചു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ആരുമായും കൂടിക്കാഴ്ച നടത്താൻ ട്രംപ് തയ്യാറാണെന്ന് റൂബിയോ വ്യക്തമാക്കി. അതേസമയം ട്രംപിന്റെ മുൻഗണന ഇറാനുമായി ഒരു കരാറിലെത്തുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ ഒരു അഭിമുഖത്തിനിടെ സംസാരിക്കവെയാണ് റൂബിയോ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ട്രംപ് ആരുമായും കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണ്. അയത്തുള്ള അലി ഖമേനി ട്രംപിനെ കാണാൻ ആവശ്യപ്പെട്ടാൽ ആ കൂടിക്കാഴ്ച നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രങ്ങൾ പരസ്പരം സമ്മതിക്കേണ്ടതുണ്ട്. ആരുമായി കൂടിക്കാഴ്ച നടത്താനും തയ്യാറുള്ള ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത്. നാളെ ആയത്തുള്ള അലി ഖമേനി പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അദ്ദേഹത്തെ കാണുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. ആയത്തുള്ള അലി ഖമേനിയോട് യോജിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം അതാണെന്ന് അദ്ദേഹം കരുതുന്നത് കൊണ്ടാണത്, റൂബിയോ ബ്ലൂംബെർഗിനോട് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ അയക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെക്കുറിച്ചും റൂബിയോ പ്രതികരിച്ചു. ഇറാൻ തങ്ങളെ ആക്രമിക്കില്ലെന്നും മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമായാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. നേരത്തെ ഇറാനുമേൽ സൈനിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാൻ ആഗ്രഹിക്കുമ്പോഴും ചർച്ചകൾ പരാജയപ്പെട്ടാൽ നേരിടാനുള്ള പ്രതിരോധ നീക്കമായാണ് ഈ വിന്യാസത്തെ ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പൗരത്വ തെളിവ് നിർബന്ധമാക്കുന്ന സേവ് അമേരിക്ക ആക്ട് അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസാക്കി. ബില്ലിന് അനുകൂലമായി 218 വോട്ടുകളും എതിരായി 213 വോട്ടുകളും ലഭിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടി കൊണ്ടുവന്ന ഈ ബില്ലിനെ ഹെൻറി ക്വില്ലർ എന്ന ഒരു ഡെമോക്രാറ്റിക് അംഗം മാത്രമാണ് പിന്തുണച്ചത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പൗരത്വ രേഖയും വോട്ട് ചെയ്യാൻ ഫോട്ടോ ഐഡിയും നിർബന്ധമാക്കുക വഴി തെരഞ്ഞെടുപ്പ് സുതാര്യത ഉറപ്പാക്കുക എന്നതാണ് റിപ്പബ്ലിക്കന്മാരുടെ വാദം. ഏകദേശം 80% ജനങ്ങളും ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ബിൽ അവതരിപ്പിച്ച ചിപ്പ് റോയ് പറഞ്ഞു. ഡെമോക്രാറ്റുകളുടെ നിലപാട് വോട്ടിംഗ് അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു. ഇത് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് സാധാരണക്കാരെ തടയുന്ന ജിം ക്രോ കാലഘട്ടത്തിലെ നിയന്ത്രണങ്ങൾക്ക് സമാനമാണെന്ന് സെനറ്റിലെ മൈനോറിറ്റി ലീഡർ ചക്ക് ഷുമർ വിമർശിച്ചു. ബില്ല് ഇനി സെനറ്റിന്റെ പരിഗണനയ്ക്ക് വരും. സെനറ്റിൽ ബില്ല് പാസാക്കിയെടുക്കാൻ റിപ്പബ്ലിക്കന്മാർ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അടുത്ത അധ്യയന വർഷത്തിലേക്ക് തങ്ങളുടെ കീഴിലുള്ള 12 സ്കൂളുകൾ നിർത്തലാക്കാൻ ഹൂസ്റ്റൺ ഇൻഡിപെൻഡന്റ് സ്കൂൾ ഡിസ്ട്രിക്ട് ആലോചിക്കുന്നു. വ്യാഴാഴ്ച നടന്ന യോഗത്തിലാണ് സൂപ്രണ്ട് മൈക്ക് മൈൽസ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്.
സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നത്, കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും വരുന്ന അമിതമായ ചിലവ് എന്നിവയാണ് കാരണം. മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങൾ കുറഞ്ഞ ഇടങ്ങളിൽ നിന്ന് കൂടുതൽ സൗകര്യങ്ങളുള്ള ഇടങ്ങളിലേക്ക് നിക്ഷേപം കേന്ദ്രീകരിക്കാനുള്ള തീരുമാനം എന്നിവയാണ് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് ഡിസ്ട്രിക്റ്റിന്റെ പുതിയ പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമാണ്. ആധുനിക വിദ്യാഭ്യാസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പഠനം, വെർച്വൽ സ്കൂളിംഗ് എന്നിവ ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ആൽക്കോട്ട് എലിമെന്ററി, ഫ്ലൈമിംഗ് മിഡിൽ സ്കൂൾ, ഹോബി എലിമെന്ററി തുടങ്ങി 12ഓളം ക്യാമ്പസുകളാണ് പട്ടികയിലുള്ളത്. ഈ നിർദ്ദേശത്തിന്മേൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഫെബ്രുവരി 26 നടക്കുന്ന ബോർഡ് യോഗത്തിൽ വോട്ടെടുപ്പിലൂടെയാകും ഇക്കാര്യങ്ങൾ അന്തിമ തീരുമാനത്തിലെത്തുക. ഇനി ഇന്നത്തെ വിനിമയ നിരക്കുകൾ അറിയാം. ഒരു പൗണ്ട് 123.58 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 90.56 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.46 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.51 ഇന്ത്യൻ രൂപ. നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ US വ്യാപാര കരാർ രാജ്യത്തെ ടെക്സ്റ്റൈൽ വ്യവസായത്തെ നശിപ്പിക്കുമെന്നും അടച്ചുപൂട്ടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പൊതുരാജ്യ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ പരുത്തി കർഷകരെയും വസ്ത്ര കയറ്റുമതിക്കാരെയും സംരക്ഷിക്കുകയാണ് ചെയ്യുക. എന്നാൽ നേരെ വിപരീതമായാണ് ഇവിടെ സംഭവിച്ചതെന്നും വീഡിയോ സന്ദേശത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു. കൃഷിക്കും വ്യവസായത്തിനും ഒരുപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കരാറാണ് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും തയ്യാറാക്കിയതെന്നും രാഹുൽ ആരോപിക്കുന്നു. ബംഗ്ലാദേശിന് 0% താരിഫും ഇന്ത്യക്ക് 18% താരിഫും ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന 5 കോടി കുടുംബങ്ങളെ ദോഷകരമായി ബാധിക്കും. ഇക്കാര്യങ്ങൾ എല്ലാ രാജ്യത്തിനും നരേന്ദ്രമോദിക്കും അറിയാമെന്നും വിഷയം പാർലമെന്റിൽ താൻ വിശദീകരിച്ചതാണെന്നും രാഹുൽ വീഡിയോയിൽ പറഞ്ഞു. അമേരിക്കയിൽ നിന്നും പരുത്തി ഇറക്കുമതി ചെയ്യുന്ന കാര്യം സർക്കാർ മറച്ചുവെച്ചുവെന്നും ലോക്സഭയിൽ രാഹുൽ ആരോപിക്കുന്നു. ലോക്സഭയിൽ US വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാൻ പ്രധാനമന്ത്രിക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്ന് രാഹുൽ ആരോപിച്ചിരുന്നു. കേന്ദ്രമന്ത്രി ഹർദീപ് പുരിയുടെയും വ്യവസായി അനിൽ അംബാനിയുടെയും പേരുകൾ US പുറത്തുവിട്ട എഫ്സ്റ്റീൻ ഫയലുകളിൽ ഉണ്ടെന്നും US-ൽ ഗൗതം അദാനിക്കെതിരെ നിലവിലുള്ള കേസും നരേന്ദ്രമോദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന ഗുരുതര ആരോപണവും മാധ്യമങ്ങളോട് മുൻപ് രാഹുൽ നടത്തിയിരുന്നു. അതേസമയം US-ഉമായുള്ള വ്യാപാര കരാർ അടുത്ത മാസം ഒപ്പുവെക്കുമെന്നാണ് വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. ഉത്തർപ്രദേശിലെ സ്വകാര്യ സ്കാനിംഗ് സെന്ററിൽ MRI സ്കാനിങ്ങിനിടെ 6 വയസ്സുകാരന് ദാരുണാന്ത്യം. ഗ്രേറ്റർ നോയിഡയിലെ സ്കാനിംഗ് സെന്ററിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് MRI സ്കാനിങ്ങിനെത്തിയ 6 വയസ്സുകാരൻ മരിച്ചത്. ജീവനക്കാരുടെ അശ്രദ്ധ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കുടുംബം ആരോപിച്ചു. സ്കാനിങ്ങിന് മുമ്പ് കുട്ടിക്ക് കുത്തിവയ്പ് എടുത്തതെന്നും ഇതിൽ മരുന്നിന്റെ അളവ് കൂടിയതാണ് മരണം കാരണമെന്നും കുടുംബം ആരോപിച്ചു. ദുംഗർപൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന കുടുംബം MRI സ്കാനിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടിയുമായി ഗ്രേറ്റർ നോയിഡയിലേക്ക് സ്കാനിംഗ് സെന്ററിൽ എത്തിയത്. സ്കാനിങ്ങിന് മുമ്പായി കുട്ടിക്ക് മയങ്ങാനായി കുത്തിവയ്പ് എടുത്തതായി പിതാവ് വിക്കി പറയുന്നു. തുടർന്ന് രണ്ടാമതും മരുന്ന് കുത്തിവെച്ചെന്നും ഇതാണ് മകന്റെ ജീവൻ എടുത്തതെന്നുമാണ് പിതാവ് ആരോപിക്കുന്നത്. ബോധരഹിതനായ കുട്ടിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഗ്രാമവാസികൾ സ്കാനിംഗ് സെന്ററിന് മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് സ്കാനിംഗ് സെന്റർ അടച്ചുപൂട്ടി. കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ ബസ്സുകൾക്ക് സർക്കാർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ 28-ന് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. സ്ലീപ്പർ ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടുന്നതും തീപിടിക്കുന്നതും കൂടിയ സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചത്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വാഹന ഉടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ M യോഗേഷ് പറഞ്ഞു. സ്ലീപ്പർ ബസ്സുകളിൽ ഡ്രൈവർക്ക് പിന്നിലെ വാതിൽ നീക്കണം, സ്ലീപ്പർ ബർത്തുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ലൈഡിംഗ് വാതിലുകൾ നീക്കണം തുടങ്ങി ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അഗ്നിരക്ഷാ സംവിധാനം നിർബന്ധമാണെന്നും യാത്രാ ബസ്സുകളിൽ വാണിജ്യ ചരക്കുകൾ കയറ്റരുതെന്നും നിർദ്ദേശമുണ്ട്. എല്ലാ ബസ്സുകളിലും എമർജൻസി വാതിലിന്റെയും അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെയും സ്ഥാനം വ്യക്തമായി സൂചിപ്പിക്കുന്ന ഡിസൈൻ ലേഔട്ട് പ്രദർശിപ്പിക്കണം. യാത്രക്കാർക്ക് എളുപ്പത്തിൽ കാണാവുന്നതും വായിക്കാവുന്നതുമായ സ്ഥലത്തായിരിക്കണം ഇത്. 12 മീറ്റർ വരെയുള്ള ബസ്സുകൾക്ക് കുറഞ്ഞത് 4 എമർജൻസി വാതിലും 12 മീറ്ററിൽ കൂടുതലുള്ളവയ്ക്ക് 5 വാതിലും വേണം. എല്ലാ സ്ലീപ്പർ ബസ്സുകളിലും കുറഞ്ഞത് 10 കിലോയുള്ള അഗ്നിരക്ഷാ ഉപകരണം വേണം. അംഗീകൃത ഏജൻസികൾ നിർമ്മിക്കുന്ന ബസ്സുകളെ രജിസ്റ്റർ ചെയ്യുകയുള്ളൂവെന്നും ഗതാഗത വകുപ്പ് വ്യക്തമാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ ബംഗളൂരു ഹൈദരാബാദ് റൂട്ടിൽ ഓടുന്ന സ്ലീപ്പർ ബസ്സിന് തീപിടിച്ച് 19 യാത്രക്കാർ മരിച്ചിരുന്നു. പിന്നീടും സ്വകാര്യ ബസ്സുകൾക്ക് തീപിടിച്ചിട്ടുണ്ട്. ശബരിമല കൊടിമരം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി നൽകി സിനിമാ പ്രവർത്തകർ. കൊടിമരം നിർമ്മാണത്തിന് സ്വർണ്ണ സംഭാവന നൽകിയതിലാണ് സംവിധായകൻ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവർ വിജിലൻസിന് മൊഴി നൽകിയത്. അതേസമയം സ്വർണ്ണം സംഭാവന നൽകിയതിൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിജിലൻസിനെ അറിയിച്ചു. സ്വർണം സംഭാവനയായി നൽകിയ 27 പേരുടെ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത്. ശബരിമലയിൽ കൊടിമര പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച അഭിഭാഷക കമ്മീഷൻ ASP കുറിപ്പ് ചട്ടം ലംഘിച്ച് സ്വർണ്ണ സംഭാവനയായി വാങ്ങിയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. സ്വർണ്ണ സംഭാവനയായി നൽകിയവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്.
2017 ശബരിമലയിൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചപ്പോൾ ഹൈക്കോടതിയാണ് അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചത്. ഫിനിക്സ് ഗ്രൂപ്പാണ് കൊടിമരം സ്ഥാപിക്കാൻ 3 കോടി രൂപ നൽകിയത്. ഇതുകൂടാതെ ഭക്തരിൽ നിന്നും സ്വർണം സ്വീകരിക്കാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന ബോർഡ് തീരുമാനിച്ചിരുന്നു. സ്വർണം സ്വീകരിക്കേണ്ടിയിരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എന്നാൽ അഭിഭാഷക കമ്മീഷനായ ASP കുറുപ്പാണ് പലരിൽ നിന്നും സ്വർണം വാങ്ങിയത്. സംഭാവന കൃത്യമായി രേഖപ്പെടുത്തിയില്ല. ഒരു ഭക്തനെന്നും മറ്റു ചിലയിടത്ത് ചിലരുടെ പേരുകളും മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ബിസിനസ്സുകാരും സിനിമാക്കാരും ഉൾപ്പെടെ പണം നൽകിയിരുന്നു. ദേവസ്വം വിജിലൻസ് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ 27 പേരുകളും ASP കുറുപ്പ് പറഞ്ഞിരുന്നു. 9340.20 ഗ്രാം സ്വർണം കൊടിമരത്തിൽ പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണം വേണമെന്നായിരുന്നു വിജിലൻസ് SP സുനിലിന്റെ റിപ്പോർട്ട്. സമാന കണ്ടെത്തലുമായി SITയും റിപ്പോർട്ട് നൽകി. ബാക്കി വന്ന സ്വർണം താഴെക്കുടത്തിൽ സ്വർണം പൂശാൻ ഉപയോഗിച്ചു എന്നാണ് അഭിഭാഷക കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എസ്റ്റിമേറ്റ് തുകയും ആകെ ചിലവായ തുകയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് കണ്ടെത്തൽ. ഗായകൻ ഇഷാൻ ദേവിന് പ്രതിഫലമായി നൽകിയത് 4 ലക്ഷം രൂപയാണ്. എന്നാൽ എസ്റ്റിമേറ്റ് കണക്കുകൾ പ്രകാരം 2 ലക്ഷം രൂപ കണക്കാക്കി നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നതെന്ന് വ്യക്തം. നേരത്തെ വലിയ തുകയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ദേവസ്വം ബോർഡ് അതിനെ പ്രതിരോധിച്ചത് ഇത് ഓഡിറ്റ് റിപ്പോർട്ടല്ല എന്ന വാദം ഉയർത്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന കണക്കുകൾ എസ്റ്റിമേറ്റ് തുക മാത്രമാണെന്നും ഓഡിറ്റ് കണക്കുകളല്ല എന്നുമാണ് വാദിച്ചിരുന്നത്. ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ദേവസ്വം കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഓഡിറ്റ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് പ്രകാരം പ്രഭാത ഭക്ഷണം നൽകാനായി 1500 പേർക്ക് 15000 രൂപയാണെങ്കിൽ യഥാർത്ഥത്തിൽ ചിലവായത് 3000 പേർക്ക് 45000 രൂപയാണ്. 3 ലക്ഷം രൂപയുടെ വ്യത്യാസമാണുള്ളത്. ചെറുകടികൾ നൽകാനായി എസ്റ്റിമേറ്റിൽ 4000 പേർക്ക് 16000 രൂപയാണ് വകയിരുത്തിയത്. എന്നാൽ ആക്ച്വൽ കണക്കിൽ ഇത് 2 ലക്ഷത്തോളം വരും. 40000 രൂപയാണ്. ഉച്ചഭക്ഷണത്തിന് 4000 പേർക്ക് 6,80,000 എന്ന തുകയാണ് എസ്റ്റിമേറ്റിൽ കാണുന്നത്. എന്നാൽ ലഞ്ച് കഴിച്ചത് 5000 പേരാണ്. ഇതിൽ 8,50,000 രൂപ ചെലവായി. വ്യത്യാസം 1,70,000 രൂപ. ഈവനിംഗ് സ്നാക്ക് എസ്റ്റിമേറ്റ് തുക 1,60,000 ആണ്. എന്നാൽ ആക്ച്വൽ തുക 5000 പേർക്ക് 2 ലക്ഷം രൂപയാണ്. വ്യത്യാസം 40,000 രൂപയും. ഡിന്നറിന് എസ്റ്റിമേറ്റ് തുക 1000 പേർക്ക് 1.5 ലക്ഷം രൂപയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ആക്ച്വൽ തുക 3000 പേർക്ക് 4 ലക്ഷമാണ്. ആകെ വ്യത്യാസം 3 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും എസ്റ്റിമേറ്റ് തുകയേക്കാൾ വളരെ കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നെങ്കിലും അവരുടെ ഡേറ്റ് കിട്ടാതെ വന്നതിനെ തുടർന്നാണ് ഇഷാൻ ദേവിന്റെ പരിപാടി നടത്തിയത്. ഇതിനാണ് 8 ലക്ഷം ചെലവായതെന്നാണ് ന്യായം. എന്നാൽ ഇഷാൻ ദേവിന് ആകെ 4 ലക്ഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 4 ലക്ഷം ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നാൽ ഓഡിറ്റിന് കൊടുത്ത ബില്ലിൽ 8 ലക്ഷത്തിന്റെ കണക്കുകളുണ്ട്. ഇഷാൻ ദേവിന് പകരം നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പേരാണ് ഓഡിറ്റിനെത്തിയത്. ഇത് പിശകാണെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ജനസംഖ്യാ വർധനയും ഭരണ നിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. സമസ്ത സെക്രട്ടറിയും വഖഫ് ബോർഡ് അംഗവുമായ K ഉമർ ഫൈസി മുക്കമാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും പുതിയ ജില്ലാ രൂപവൽക്കരണം ആവശ്യമാണ്. ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും സമാന നിലപാട് എടുക്കണമെന്ന് പ്രമേയം പറയുന്നു. 39 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ 38 ജില്ലകളുള്ള തമിഴ്നാടിനെ മാതൃകയാക്കാവുന്നതാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് രംഗത്തിറങ്ങണം, പ്രമേയം ആവശ്യപ്പെടുന്നു. ISL 2025-26 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയോടെ തുടക്കം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് എതിരില്ലാത്ത 2 ഗോളിനാണ് കേരളത്തിന്റെ സ്വന്തം ടീം തോൽവി വഴങ്ങിയത്. മോഹൻ ബഗാന്റെ ഹോം ഗ്രൗണ്ടായ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ആതിഥേയർക്കായി ജാമി മക്ലാരൻ 36ാം മിനിറ്റിലും ടോം അൽഡേഴ്സ് 2ാം പകുതിക്ക് ശേഷമുള്ള അധിക സമയത്തും ഗോൾ നേടി. മത്സരം തുടങ്ങിയത് മുതൽ മോഹൻ ബഗാന്റെ മുന്നേറ്റങ്ങളാണ് കണ്ടത്. മത്സരത്തിൽ മോഹൻ ബഗാൻ 23 ഷോട്ടുകൾ അടിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ഉതിർക്കാനായത് വെറും 2 ഷോട്ടുകൾ. ബഗാൻ 65% സമയത്തും പന്ത് കൈവശം വെച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്നത് 35% സമയം മാത്രം. ഫെബ്രുവരി 22-ന് മുംബൈ സിറ്റിയുമായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ മത്സരത്തിൽ വിജയത്തോടെ സീസണിലേക്ക് തിരിച്ചു വരാനാകും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം. UK-യിൽ രാഷ്ട്രീയ വിപ്ലവത്തിന് തിരികൊളുത്താൻ തീവ്ര കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുമായി പുതിയ രാഷ്ട്രീയ പാർട്ടി റീസ്റ്റോർ ബ്രിട്ടൻ നിലവിൽ വന്നു. നൈജൽ ഫറാജിന്റെ റീഫോം UK-യിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രേഡ് യാർമൌത്ത് MP റൂപ്പേർട്ട് ലോയാണ് പുതിയ പാർട്ടിയുടെ അമരക്കാരൻ. ലക്ഷ്യം തീവ്ര കുടിയേറ്റ വിരുദ്ധ നിലപാടുകളിലൂടെ വലതുപക്ഷ വോട്ടുകൾ. പാർട്ടിക്ക് ലോകസമ്പന്നൻ എലോൺ മസ്കിന്റെ പരസ്യ പിന്തുണ. നൈജൽ ഫറാജിന്റെ റീഫോം UK-ക്ക് തിരിച്ചടി.
UK-യിൽ പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കാനുള്ള ലേബർ സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇലക്ഷൻ കമ്മീഷൻ ചീഫ് എക്സിക്യൂട്ടീവ് വിജയ് രംഗരാജൻ. മതിയായ കാരണങ്ങളില്ലാതെ ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ അവകാശം തടയാൻ സർക്കാരിന് അധികാരമില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നീട്ടാൻ സർക്കാർ ശ്രമിക്കുന്നത് ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്നതിനാൽ ലേബർ സർക്കാർ ഏകാധിപതികളെ പോലെയാണ് പെരുമാറുന്നതെന്ന് നൈജൽ ഫറാജ്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ പ്രിൻസ് ആൻഡ്രൂവിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി പ്രമുഖ മാധ്യമം രംഗത്ത്. വിദേശ യാത്രകളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഭീഷണിയാകുന്ന തരത്തിൽ രഹസ്യ വിവരങ്ങൾ ആൻഡ്രൂ ചോർത്തി. റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ആൻഡ്രൂ എപ്സ്റ്റീൻ കൈമാറിയതായി റിപ്പോർട്ടുകൾ. എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്ന് പുറത്തുവന്ന വിവരങ്ങൾ രാജകുടുംബത്തെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖലി ഖുമൈനിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയേക്കും. പശ്ചിമേഷ്യയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ അയച്ചത് ഇറാൻ തങ്ങളെ ആക്രമിക്കില്ലെന്ന ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധത്തെ പ്രതിരോധിക്കാനാണ് കപ്പൽ പടയെന്നും അമേരിക്ക. യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പൗരത്വ തെളിവ് നിർബന്ധമാക്കുന്ന സേവ് അമേരിക്ക ആക്ട് അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസാക്കി. ബില്ലിന് അനുകൂലമായി 218 വോട്ടുകളും എതിരായി 213 വോട്ടുകളും ലഭിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ബില്ലിനെ പിന്തുണച്ചത് ഹെൻലി ക്യുല്ലർ എന്ന ഒരു ഡെമോക്രാറ്റിക് അംഗം മാത്രം. പൗരത്വ രേഖയും വോട്ട് ചെയ്യാൻ ഫോട്ടോ ID നിർബന്ധമാക്കുന്നത് തെരഞ്ഞെടുപ്പ് സുതാര്യത ഉറപ്പാക്കാനെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി. രാജ്യത്തെ ടെക്സ്റ്റൈൽ വ്യവസായത്തെ ഇന്ത്യ-US വ്യാപാര കരാർ നശിപ്പിക്കുമെന്നും അടച്ചുപൂട്ടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യ താൽപര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ പരുത്തി കർഷകരെയും വസ്ത്ര കയറ്റുമതിക്കാരെയും ദ്രോഹിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. ബംഗ്ലാദേശിന് 0% താരിഫും ഇന്ത്യക്ക് 18% താരിഫും ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന 5 കോടി കുടുംബങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും രാഹുൽ. ഉത്തർപ്രദേശിലെ സ്വകാര്യ സ്കാനിംഗ് സെന്ററിൽ MRI സ്കാനിങ്ങിനിടെ 6 വയസ്സുകാരന് ദാരുണാന്ത്യം. സംഭവം ഗ്രേറ്റർ നോയിഡയിൽ വ്യാഴാഴ്ച വൈകിട്ട്. മരണകാരണം ജീവനക്കാരുടെ അശ്രദ്ധ മൂലമാണെന്ന് കുട്ടിയുടെ പിതാവ്. സ്കാനിങ്ങിന് മുമ്പ് കുട്ടിക്ക് എടുത്ത കുത്തിവയ്പിലെ മരുന്നിന്റെ അളവ് കൂടിയതാണ് മരണകാരണമെന്ന് ആരോപിച്ച് കുടുംബം. ഗ്രാമവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്കാനിംഗ് സെന്റർ പൂട്ടി. ശബരിമല കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് മൊഴി നൽകി സിനിമാ പ്രവർത്തകർ. കൊടിമര നിർമ്മാണത്തിന് സ്വർണം സംഭാവന നൽകിയത് സംവിധായകൻ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവർ വിജിലൻസിന് മൊഴി നൽകി. വിജിലൻസിന് മൊഴി നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. വിജിലൻസ് രേഖപ്പെടുത്തുന്നത് സ്വർണം സംഭാവനയായി നൽകിയ 27 പേരുടെ മൊഴി. കേരളത്തിലെ ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാണെന്ന ആവശ്യമായി സമസ്ത. ജില്ലകളുടെ പുനർനിർണയം നടത്തേണ്ടത് ജനസംഖ്യാ വർധനയും ഭരണ നിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് K ഉമർ ഫൈസി മുക്കം. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കാൻ പുതിയ ജില്ലാ രൂപവൽക്കരണം അനിവാര്യമാണെന്നും സമസ്ത കേരളം ജംഇയ്യത്തുൽ ഉലമ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.